കുട്ടിക്കാലത്ത് മൈലാഞ്ചി ഇടുന്ന പതിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ മൈലാഞ്ചി ഇടുക എന്നുള്ളത് ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ആറ്റുകാലം നടയിൽ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് മൈലാഞ്ചി ഇട്ടതാണ്. മൈലാഞ്ചി ഇട്ട് തന്നത് മുംതാസ് സാറാണ്. അവന് ഹിന്ദി മാത്രമേ അറിയുള്ളൂ. എന്നാൽ എനിക്കറിയുന്ന ഹിന്ദിയിൽ ഞാൻ അവരോട് സംസാരിക്കാം. आप इसके बारे में बता सकते हैं ना? हिंदी में बात करो. ये माइलेज ये स्पिरिट में वो बोलता है एसिड नहीं है, स्पिरिट है और पाउडर है, माइलेज पाउडर है. सेफ है ना? हाँ सेफ है, प्रॉब्लम नहीं है इसमें. ज्यादा लोग आते हैं ना? प्रॉब्लम नहीं है इसमें. आप कितना चार्ज करते हैं? ये पूरा फुल डिजाइन 50 रुपया 100. दोनों हाथ में लगाने के लिए दोनों हाथ में 300. ओके. आटगाल टेम्पल के बाद आप किधर जाएगा? आपका रूम चंगनूर रूम. उधर भी हमेशा हाँ काम है. हैप्पी है. अच्छा. ഇതുപോലെ അവരവരുടെ ജീവിത മാർഗങ്ങൾ തേടുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. മൈലാഞ്ചി ഇടാനായാലും ഇവിടെ എല്ലാം വഴിയോര കച്ചവടക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവരെക്കുറിച്ച് കുറച്ച് സ്റ്റോറീസ് ചെയ്യാമെന്ന് കരുതി. എന്തായാലും ഇതിപ്പോൾ വീട്ടിൽ കൊണ്ടുചെല്ലുമ്പോൾ എൻ്റെ മോള് എന്നെ അടിക്കാൻ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അമ്മയ്ക്ക് മൈലാഞ്ചി ഇടണമെങ്കിൽ ഇനി എനിക്ക് വേണമെന്നായിരിക്കും പറയുന്നത്. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇതുപോലെ മൈലാഞ്ചി ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇതുപോലെ മൈലാഞ്ചി ഇടാൻ ഇതുപോലെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇതിലൊക്കെ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കെമിക്കൽസ് ആണോ അതൊക്കെ നമുക്ക് രണ്ടാമത്തെ ചോദ്യം. അവർക്കൊരു വരുമാന മാർഗമാകുമെങ്കിൽ അതിന് നമ്മളും ഒരു സഹായമാകുന്നു എന്ന് മാത്രമാണ്. എന്തായാലും നമ്മുടെ ചുറ്റും ധാരാളം മലിനീകരണമാണ്. വായുവും ഒന്നും അത്ര പ്യുവറൊന്നും അല്ല. അപ്പോൾ അക്കൂട്ടത്തിൽ നമ്മൾ ഇത് നോക്കി അവരെ സഹായിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇത്തരത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്യുക എന്നുള്ളത്. മൈലാഞ്ചി ഇല അരച്ച് കൈകളിൽ തേക്കുന്നത് കൊണ്ട് ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്നാണ്, മെഡിക്കലി അത് നല്ലതാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി തന്നെയാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇന്നത്തെ ഈ മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കല്യാണം വന്നാലും മെഹന്തി കല്യാണമൊക്കെ വരുമ്പോഴും എല്ലാം കൂടുതലും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഇതുപോലുള്ള ഡൈ ചേർന്നിട്ടുള്ള മൈലാഞ്ചി തന്നെയാണ്. പക്ഷെ അതിന് ആ അച്ചില മൈലാഞ്ചി നിറച്ച് ആ ഡിസൈനൊക്കെ ചേർത്ത് നമ്മുടെ കൈകളിൽ അവർ അണിയിച്ചു തരുമ്പോൾ അതിന് വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അവരുടെ ഒരു ഉപജീവന മാർഗം ഇതുപോലെയുള്ള ഉത്സവ സ്ഥലങ്ങളിലും അമ്പലപ്പറമ്പിലും ഒക്കെ വന്നിങ്ങനെ മൈലാഞ്ചി ഇടുന്നവർ അവരുടെ ഒരു ഉപജീവന മാർഗം തന്നെയാണ് കാണുന്നത് എന്ന് പറയാം. എന്തായാലും ഇതുപോലുള്ള ഒരുപാട് പേർ ഇവിടെ അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഒരുപാട് പേർ അതിൽ തന്നെ ഒരു മെജോറിറ്റി ആൾക്കാരും വില പേശാൻ നിൽക്കാതെ തന്നെ അവർ പറയുന്ന പൈസ കൊടുത്ത് മൈലാഞ്ചി ഇടുന്ന കാഴ്ചകളും കണ്ടു.